യു ഷറഫ് അലി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷറഫ് അലി, ഇപ്പോൾ മെസ്സിയെ കൊണ്ടുവരിക, മെസ്സി എന്നല്ല ടീമിനെ തന്നെ കൊണ്ടുവരിക എന്നൊരു വലിയ സ്വപ്നത്തിലേക്കാണ് റിപ്പോർട്ടർ TV ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിലൊരു വിലപേശനം നടത്തുന്നു AFA എന്നുള്ള സംശയം വരികയാണ്. കാരണം ഒക്ടോബറിലും നവംബറിലുമായിട്ടുള്ള തീയതികളിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നു. പക്ഷേ പിന്നീട് 2026 ലോകകപ്പിന് ശേഷം വന്നാൽ മതിയോ എന്ന രൂപത്തിൽ രണ്ടാമത് വിളിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു എഗ്രിമെന്റ് ഒപ്പിടുന്നുണ്ട്. അതിന്റെ രേഖകളടക്കം നമ്മുടെ കയ്യിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ അങ്ങേക്ക് പറയാനുള്ളത് എന്താണ് ശ്രീ ഷറഫ് അലി? അങ്ങനെ വളരെ വിശദമായിട്ടുള്ളൊരു പത്രസമ്മേളനം ഞാൻ പൂർണ്ണമായിട്ട് കണ്ടു. ഫുട്ബോൾ പ്രേമികളുടെ ഇടയിൽ ചെറിയ സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതിനെല്ലാറ്റിനും ക്ലാരിറ്റി വരുത്തുന്ന രീതിയിലുള്ള പത്രസമ്മേളനം നടന്നിട്ടുള്ളത്. മെസ്സി വരും, അർജന്റീന ടീമും വരില്ല എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം റിപ്പോർട്ടർ MD ആൻഡോ അഗസ്റ്റിനിൽ നിന്നുണ്ടായി എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. ഈ വിഷയത്തെ രണ്ട് രീതിയിലാണ് ഞാൻ കാണുന്നത്. ഒന്ന്, മെസ്സിയെ കൊണ്ടുവരുന്നതിന് റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും എടുത്തിട്ടുള്ള എല്ലാ എഫേർട്ടിനും ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്നുള്ള നിലയ്ക്ക്, ഫുട്ബോൾ പ്രേമി എന്നുള്ള നിലയ്ക്ക് തന്നെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അർജന്റീന ടീം കേരളത്തിൽ വരുന്നില്ല എന്ന് ചില പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ നിന്ന് അറിയിപ്പ് കിട്ടിയപ്പോൾ ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ വലിയൊരു വിഷമം ഉണ്ടായി, ഉത്കണ്ഠയൊക്കെ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇതുവരെ അർജന്റീന ടീമിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു അറിയിപ്പ് കിട്ടാത്തിടത്തോളം കാലം ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ അർജന്റീന ടീം വിത്ത് മെസ്സി കേരളത്തിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആൻഡോ അഗസ്റ്റിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. ചെറിയ തുകയല്ലല്ലോ, 130 കോടിയിൽ അപ്പുറം തുക മുടക്കിയിരിക്കുന്നു. ആ പണം നൽകിയ ശേഷം ആ കരാർ നമ്മുടെ കൈവശമുണ്ട്. കരാർ പുറത്തുവിടാതിരിക്കുക എന്നുള്ളതാണ് എഗ്രിമെന്റ്. അതുകൊണ്ടാണ് തൽക്കാലം പുറത്തുവിടാത്തത്. 15 ദിവസത്തിനുള്ളിൽ അവരിൽ നിന്നും വ്യക്തമായൊരു മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഷറഫ് അലി, ഇക്കാര്യത്തിൽ സർക്കാരിനൊപ്പം തന്നെ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് റിപ്പോർട്ടർ TV നടത്തിയിട്ടുള്ളത്. അപ്പോൾ സർക്കാരിന്റെ ഭാഷ്യം വേറെ, റിപ്പോർട്ടർ TV മറ്റൊന്ന് പറയുന്നു എന്ന രൂപത്തിലാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ചില കേന്ദ്രങ്ങളിലുണ്ട്. ശ്രീ ഷറഫ് അലി, റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് സർക്കാർ പറയുന്നതും റിപ്പോർട്ടർ ചാനലിന്റെ MD പറയുന്നതും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അർജന്റീന ടീം വരില്ല എന്ന് ഇപ്പോഴും എവിടെയും ഉറപ്പായിട്ടില്ല, വ്യക്തമായ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളത്, ഈ വർഷം 2025 വരാനുള്ള ഒരു പ്രയാസം അവർ അറിയിച്ചിട്ടുണ്ട്. അത് 26ലേക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. 26ലേക്ക് മാറ്റുന്നതിനോട് സംസ്ഥാന ഗവൺമെന്റിനോ സ്പോൺസർക്കും പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ചർച്ച നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങേക്ക് അത് അറിയാമല്ലോ, കാരണം അത് ഇനി വീണ്ടും ഒരു പുതിയ കരാറിലേക്ക് ഒരുപാട് സാങ്കേതികമായ തടസ്സങ്ങൾ പിന്നീടുണ്ട്. ഒരു കരാറിൽ നിന്നും അടുത്ത കരാറിലേക്ക് പോകുമ്പോൾ എല്ലാം ആദ്യം മുതൽ തുടങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. ഒരു പുതിയ കരാറിലേക്ക് പോകുമ്പോൾ ഉള്ള പ്രയാസങ്ങൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ കരാറിന്റെ അനുസരിച്ച് തന്നെ ഡേറ്റിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അർജന്റീന ടീം വരുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ഷറഫ് അലി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് അദ്ദേഹം വാർത്താസമ്മേളനം മുഴുവൻ കണ്ട ശേഷമുള്ള പ്രതികരണമാണ് കണ്ടത്. റിപ്പോർട്ടർ TV എടുത്തിരിക്കുന്ന ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിക്കുകയാണ്.